ഈ കാറ്റഗറി ABCD അങ്ങനെ ഒത്തിരി ഡിവിഷൻസ് ഉണ്ടോ? ഇല്ല, ABCD എന്നില്ല. കാറ്റഗറി N വരുന്നുണ്ട്, അതിന് നോൺ സ്ട്രക്ചറൽ ഡാമേജ് എന്ന് പറയും. അതുപോലെ തന്നെ കാറ്റഗറി S വരുന്നുണ്ട്, അതിൽ സ്ട്രക്ചറൽ ഡാമേജ് എന്ന് പറയും. പിന്നെ കാറ്റഗറി B വരുന്നുണ്ട്, അത് ബ്രേക്കേഴ്സിനുള്ളത്. ബ്രേക്കേഴ്സ് മാത്രമേ ആ വണ്ടി എടുക്കത്തുള്ളൂ, അത് ബ്രേക്കിങ്ങിനെ കൊള്ളാവൂ ആ വണ്ടി. പിന്നെ കാറ്റഗറി U വരുന്നുണ്ട്, അത് അൺറെക്കോർഡാണ്. ഇവിടെ ഒരുപാട് ഉടായ്പ നടക്കുന്നുണ്ട് വണ്ടി കച്ചവടത്തിലാണ്. ഏറ്റവും എൻ്റെ ഇവിടുത്തെ അനുഭവം വെച്ച് പറയുവാണെങ്കിൽ വണ്ടിയുടെ A to Z പാർട്ടിൽ വരെ നമ്മൾ ഒരുപാട് ഉടായ്പ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു രജിസ്റ്റേർഡ് ട്രേഡർ. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ വണ്ടി എന്ന് പറയുന്നത് UK ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അതായത് ഒരു നേഴ്സാണെങ്കിലും ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യണവരാണെങ്കിലും അതല്ല ഒരു എന്താ പറയുക ടെക്നിക്കൽ ഫീൽഡിൽ ജോബ് വേണമെങ്കിൽ അവർ ഏറ്റവും ആദ്യം ചോദിക്കുന്ന കാര്യം നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വണ്ടി ഉള്ളതുകൊണ്ടല്ലോ അത് ചോദിക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വണ്ടി എടുക്കാനായിട്ട് ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏതാണ് പറയണം? നമുക്ക് നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ എന്ന് പറയുന്നത് ഒരു മലയാളി എന്ന് പറയുന്നത് ഒരു വ്യക്തി UK വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ സോഴ്സ് ഉണ്ട്. കാരണം എല്ലാവർക്കും ഫോൺ അവൈലബിൾ ആണ്, എല്ലാവർക്കും ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ നോർമലി പോകുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് ആയിരിക്കും. നാട്ടിലെ OLX പരിപാടി, നാട്ടിലെ OLX പോലെ ഫേസ്ബുക്ക് മാർക്കറ്റ് ആയിരിക്കും അതിൽ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ട്രേഡർ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കച്ചവടക്കാരുണ്ട്. അപ്പം നമ്മളെപ്പോഴും വണ്ടി എടുക്കുമ്പം ഒരു രജിസ്റ്റേർഡ് ട്രേഡറിൽ നിന്ന് തന്നെ എടുക്കുക, ലോക്കൽ പാർട്ടിയിൽ നിന്ന് എടുക്കാൻ നിൽക്കരുത്. കാരണം ലോക്കൽ പാർട്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒരുപാട് ഉടായ്പ നടക്കുന്നുണ്ട് വണ്ടി കച്ചവടത്തിലാണ്. ഏറ്റവും എൻ്റെ ഇവിടുത്തെ അനുഭവം വെച്ച് പറയുവാണെങ്കിൽ വണ്ടിയുടെ A to Z പാർട്ടിൽ വരെ നമ്മൾ ഒരുപാട് ഉടായ്പ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു രജിസ്റ്റേർഡ് ട്രേഡറിൽ നിന്ന് എടുക്കുക. ഒരു രജിസ്റ്റേർഡ് ട്രേഡർ ആകുമ്പം നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം അവർ ആ ഒരു പേര് വെച്ച്, ഇപ്പോൾ സപ്പോസ് നമ്മുടെ പേര് വെച്ച്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം ഞാൻ ഒരു പ്രൊമോഷനായിട്ടല്ല ഇത് ചെയ്യുന്നത്. ഒരു വണ്ടി എടുക്കാൻ നിങ്ങൾ പോകുമ്പം ഫേസ്ബുക്ക് മാർക്കറ്റ് മാക്സിമം ഒഴിവാക്കുക. ഞാൻ അതേ പറയുന്നുള്ളൂ, ഫേസ്ബുക്ക് മാർക്കറ്റ് ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും വാറണ്ടി തരുന്ന ഒരു വ്യക്തിയുടെ നിന്ന് വണ്ടി എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും തരുന്നത്. നമ്മൾ 3 months കൊടുക്കാറുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക്. കാരണം നമുക്ക് വണ്ടിയുടെ ഒപ്പം പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറയുന്നത് മിക്കുള്ളവരും ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് എടുക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുത്ത് ഒരു 2 മൈലോ 3 മൈലോ വീട്ടിൻ്റെ അവിടെ നിന്ന് എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അറിയാൻ പറ്റത്തില്ല. വണ്ടി മോട്ടോർവേയിൽ ഓടുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്താണെന്നുള്ളത് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കെന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സിൽ നിന്ന് വണ്ടി എടുക്കണ്ടെന്നല്ല പറയുന്നത്, നിങ്ങൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഫ്രണ്ട്സിൽ നിന്ന് മേടിച്ചോ. പക്ഷേ എടുക്കുമ്പം അവിടുത്തെ പറയുക എനിക്കൊരു 3 മാസമോ അല്ലെങ്കിൽ ഒരു 3 വീക്സോ അല്ലെങ്കിൽ 1 വീക്കോ വാറണ്ടി തരിക. കാരണം ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എടുക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, രജിസ്റ്റേർഡ് ട്രേഡേഴ്സ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലീഗലി ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫ്രണ്ട്സിൻ്റെ വാക്കാലൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം എനിക്ക് ഞാൻ നിർപ്പിക്കുന്നില്ല. കാരണം എനിക്ക് പറയാനുള്ളത് നമുക്ക് പണി മേടിച്ച് നമ്മൾ കെട്ടരുത്. കാരണം ഓട്ടോമാറ്റിക്കിൻ്റെ വണ്ടി 2007-2008 ഇപ്പം ഈ റീസെൻ്റ്ലി നമ്മൾ ഒരു 2007 ടൊയോട്ടയുടെ ഓട്ടോമാറ്റിക്കിൻ്റെ ക്ലച്ച് മാറിയായിരുന്നു. അപ്പം 2007 വണ്ടിയുടെ ക്ലച്ച് മാറിയപ്പോൾ ഏകദേശം 2200 പൗണ്ടായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊരു നോർമൽ ഒരു പാർട്ടി ഒരു 2000 അല്ലെങ്കിൽ ഒരു 1200 വണ്ടി എടുത്തിട്ട് ഈ 2200 വണ്ടിക്ക് മേളിൽ മുടക്കുമ്പം എന്തുമാത്രം നഷ്ടമാണ് വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നേരെ മറിച്ച് ഒരു രജിസ്റ്റേർഡ് ട്രേഡറിനാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി പേര് അടിക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് സൈറ്റ് ഓപ്പൺ ആയി വരുമ്പം അതിലാദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ കമ്പനിക്കെതിരെ ക്ലെയിം ഉണ്ടോയെന്നാണ്. നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് ക്ലെയിം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ റൂൾസ് എന്ന് പറയുന്നത് ഈ ടിയർ ആൻഡ് വിയർ മീൻസ് വണ്ടി ഓടുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ വണ്ടിയുടെ ടയർ അതുപോലെ തന്നെ വണ്ടിയുടെ ക്ലച്ച്, അതിനൊന്നും നമുക്കിവിടെ വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പ്രസൻ്റ്ലി എന്താണ് കണ്ടീഷൻ, ഇപ്പം നമുക്ക് വണ്ടി എടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് വണ്ടിയുടെ എഞ്ചിൻ അടിച്ചു പോവുകയോ ടൈം എഞ്ചിൻ കംപ്ലൈൻറ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്ത് ട്രേഡറിൽ നിന്ന് നമുക്ക് എമൗണ്ട് മേടിച്ചെടുക്കാൻ പറ്റും. അപ്പം ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് വിശ്വാസമുള്ള രജിസ്റ്റേർഡ് ട്രേഡേഴ്സിന് മാത്രം വണ്ടി എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം എന്താണെങ്കിലും ഇപ്പം നമ്മൾ ഈ വീഡിയോ പ്രൊമോഷൻ അല്ലാന്നുണ്ടെങ്കിലും ഒരു കൗതുകത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് ഒരു വണ്ടി എടുത്താൽ നിങ്ങൾ എന്തൊക്കെ സർവീസാണ് കൊടുക്കുന്നത്? നമ്മൾ ഫസ്റ്റ് നമ്മളെ ഏത് വണ്ടി എടുത്താലും നമ്മൾ 3 months എഞ്ചിൻ വാറണ്ടിയും അതുപോലെ തന്നെ 3 months ഗിയർ ബോക്സ് വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഇപ്പം ഒരു കസ്റ്റമറിന് വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ആ സമയത്ത് ക്ലച്ചിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിന് ക്ലെയിം ചെയ്യാനാണ് നമ്മളത് റീഫണ്ട് ചെയ്തേക്കും.
അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ മസ്റ്റായിട്ട് 1 year MOT ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു വണ്ടി സ്വന്തമായിട്ട് എടുക്കുമ്പം നമ്മൾ എന്തായാലും സർവീസിനുണ്ടല്ലോ, അപ്പോൾ ആ സർവീസും കൂടി ചെയ്താൽ കൊടുക്കുന്നത്. അതിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ അതെല്ലാം കൂടി ചെയ്താൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ ടാക്സും ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് കോട്ടും എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു കസ്റ്റമറിന് വണ്ടി കൊടുക്കുമ്പം ജസ്റ്റ് ഫ്യൂവൽ അടിക്കുക, ഓടുക എന്നൊരു ഓപ്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അത് നമ്മൾ കൊടുത്ത കസ്റ്റമർക്ക് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ കാറ്റഗറി ABCD അങ്ങനെ ഒത്തിരി ഡിവിഷൻസ് ഉണ്ടോ? ഇല്ല, ABCD എന്നില്ല. കാറ്റഗറി N വരുന്നുണ്ട്, അതിന് നോൺ സ്ട്രക്ചറൽ ഡാമേജ് എന്ന് പറയും. അതുപോലെ തന്നെ കാറ്റഗറി S വരുന്നുണ്ട്, അതിൽ സ്ട്രക്ചറൽ ഡാമേജ് എന്ന് പറയും. പിന്നെ കാറ്റഗറി B വരുന്നുണ്ട്, അത് ബ്രേക്കേഴ്സ് മാത്രമേ ആ വണ്ടി എടുക്കത്തുള്ളൂ, അത് ബ്രേക്കിങ്ങിനെ കൊള്ളാവൂ ആ വണ്ടി. പിന്നെ കാറ്റഗറി U വരുന്നുണ്ട്, അത് അൺറെക്കോർഡാണ്. അങ്ങനെ കുറച്ച് കാറ്റഗറി മാത്രമേ ഉള്ളൂ അല്ലേ? ഇതിൽ നമുക്ക് എടുക്കാവുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്നാന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് അങ്ങനെ ഇല്ല ബ്രോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ കാറ്റഗറി N ആകുമ്പോൾ ചെറിയ ഡാമേജ് ആയിരിക്കും. കാറ്റഗറി എസിലും ചെറിയ ഡാമേജ് വരാറുണ്ട്. പക്ഷെ വണ്ടി ആ ഇടിച്ച കണ്ടീഷൻ, നിങ്ങൾ കാറ്റഗറി വണ്ടി എടുക്കുമ്പോൾ ആ ഇടിച്ച കണ്ടീഷനിൽ വണ്ടി കാണുക എന്താണ് സംഭവിച്ചത്. അപ്പൊ നമുക്കിപ്പോ ബ്രോ നോക്കിയാൽ ആ വണ്ടി നോക്കിയാൽ ഹെഡ്ലൈറ്റ് മാത്രം അല്ലേ? ഞാൻ ഇപ്പൊ വേറൊരു വണ്ടി കാണിച്ചു തരാം, അത് കാറ്റഗറി N ആണ്. എൻ്റെ കൂടെ വന്നാൽ ഞാൻ ഒരു വണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി കാണിച്ചു തരാം. ഇത് കാറ്റഗറി N ആണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബമ്പറിന്റെ അടി ഇവിടെ തട്ടി പൊട്ടിയതാണ്. വേറെ വണ്ടിക്ക് അകത്തോട്ടൊന്നും യാതൊരു പ്രശ്നമല്ല. അഭിപ്രായം നോക്കിയാൽ ഇതാണ്. അപ്പോൾ ഈ ബമ്പർ മാറി ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2012 ടൊയോട്ടയുടെ യാരിസ് ന്യൂ ഷേപ്പ് വണ്ടിയാണ്. കാരണം യാരിസ് ഇവിടെ വളരെ റീസെന്റ് മാർക്കറ്റ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് നമുക്കൊരു 3200 പൗണ്ടിന് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. 3200 പൗണ്ടിന് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഇത് HP ക്ലിയർ ആണെങ്കിൽ, ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഫുള്ള് റെഡിയാക്കി കൊടുക്കത്തുള്ളൂ. 3200 പൗണ്ടിന് HP ക്ലിയർ ആണെങ്കിൽ വണ്ടി 4500 മേളിൽ വിലയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എടുക്കത്തുള്ളൂ. കാരണം ഒരുപാട് ഡാമേജ്, അതേപോലെ തന്നെ എഞ്ചിനോ ചേസിനോ ബാധിച്ച ഡാമേജുള്ള വണ്ടികൾ നമ്മൾ എടുക്കുന്നില്ല. നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല. നമ്മൾ ആ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ചെറിയ ബജറ്റിലുള്ള വണ്ടികളായിരിക്കും. അപ്പം ഓടുന്തോറും ഉണ്ടാ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമുക്കിപ്പം ജെന്യൂനായിട്ടുള്ള കേസാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് പരിഹരിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും കസ്റ്റമർ വന്നു വെച്ചിട്ട് എല്ലാവരും ലോ ബഡ്ജറ്റ് കസ്റ്റമേഴ്സാണ് നമുക്കുള്ളത്. അപ്പം ഒരു കസ്റ്റമർ വന്നിട്ട് 1500 പൗണ്ടിന് വണ്ടി ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിൽ 1500 പൗണ്ടിന് വണ്ടിയില്ല. കാരണം നമ്മൾ ഒരുപാട് പഴയ വണ്ടികൾ അല്ലെങ്കിൽ ഒരുപാട് തീരെ വില കുറഞ്ഞ വണ്ടികൾ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ അഭിപ്രായം എന്നൊരു ഇവിടെ ഏതെങ്കിലും ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് 1500 പൗണ്ടിന് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ട് ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്യും. ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നമ്മളതിലില്ല. നമ്മളതിൽ ഇപ്പോൾ 1000 പൗണ്ടിന് വെച്ചാലും 1500 പൗണ്ടിന് വെച്ചാലും നമ്മൾ വണ്ടി ഇല്ലെന്നേ പറയുന്നത്. നമുക്ക് 2000 തൊട്ടാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ആവുന്നത്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ചും കൂടി കൂടും. അപ്പം 2000 തൊട്ടാണ് നമുക്ക് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ആവുന്നത്. ആ പ്രൈസ് റേഞ്ചിന് എടുക്കുമ്പോൾ നമുക്ക് ആ വണ്ടിയുടെ മേൾക്ക് ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്കും കൂടി മീൻസ് നിങ്ങൾക്ക് അത് നേരിട്ട് അനുഭവിക്കാനുള്ള ഒരു ഇതുണ്ടാകും. കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. നമ്മൾ കൊടുക്കുന്നതെല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. നമ്മൾ ഈ ചപ്പും ചോറും എടുത്ത് കൊടുത്ത് ചുമ്മാ പേര് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 1000, 1500 കൊടുക്കാത്തത്. പിന്നെ എല്ലാവരും നമ്മളിപ്പോൾ വണ്ടി കൊണ്ട് കൊടുക്കുമ്പോഴാലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് എന്തായി പ്ലേറ്റ്? ഇത് നമുക്ക് രജിസ്റ്റേർഡ് ട്രേഡേഴ്സിന് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് കമ്പനി ട്രേഡേഴ്സിന് DVLക്കാർ, മീൻസ് നാട്ടിലെ MVD എന്ന് പറയത്തില്ലേ, DVLക്കാർ കൊടുക്കുന്ന ഒരു പ്ലേറ്റാണിത്. ഇത് നമുക്ക് ട്രേഡ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലേറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടിക്ക് ടാക്സ് വേണ്ട, ഇൻഷുറൻസ് വേണ്ട. ഇത് ഈ വണ്ടി റോഡിൽ ഇറക്കി ഓടിക്കാൻ ഈ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസും ടാക്സും ഇത് ഈ പ്ലേറ്റ് വെച്ചാൽ കവർ ചെയ്യും. ഇപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റുമോ ഈ വണ്ടി? ഇല്ല, ബ്രോയ്ക്ക് ഓടിക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പം ബ്രോയ്ക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. പക്ഷേ ഇതിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ രജിസ്റ്റേർഡ് കമ്പനിയുള്ള ആരെങ്കിലും ഒരാൾ ലെഫ്റ്റ് സൈഡിൽ വേണം, എങ്കിൽ ബ്രോയ്ക്ക് ഓടിക്കാം. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ്, കാരണം ഇവിടെ അറിയാം ഇൻഷുറൻസ് ഇല്ലാതെ കസ്റ്റമറിന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നത് ഈ ഒരു പ്ലേറ്റ് വെച്ചാണ്. അപ്പോൾ ഈ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ആളോറിക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് ഏത് വണ്ടി വേണമെങ്കിലും, ഇപ്പോൾ ഇപ്പം ബ്രോ വന്ന വണ്ടിയാണെങ്കിലും ബ്രോയുടെ വണ്ടിയാണെങ്കിലും എനിക്ക് ഈ പ്ലേറ്റ് വെച്ച് എനിക്ക് ഓടിക്കാം. അവരിപ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ ഈ പ്ലേറ്റും എൻ്റെ ലൈസൻസ് കാണിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു ഓഫൻസ് കാണിച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റിലേ വരും. ഇപ്പോൾ ഒരു ക്യാമറ പറ്റിയാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ കസ്റ്റമറിന് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്ലേറ്റ് വെച്ച് വണ്ടി ഓടിച്ച് ഡ്രൈവ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, വണ്ടി എടുക്കുന്ന ടീമിനോട് എനിക്കൊന്ന് പറയാനുള്ളത്, വണ്ടി എടുക്കുമ്പോൾ നിങ്ങളൊരു ഡാഷ് ക്യാമറ വലിയ എമൗണ്ടൊന്നും കാണത്തില്ല. ഇപ്പം ഇത് മേടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഫേസ്ബുക്ക് മാർക്കറ്റൊക്കെ നോക്കുമ്പോൾ ഡാഷ് ക്യാമറ കിട്ടും. ഒരു ഡാഷ് ക്യാമറ എടുത്ത് ഫിറ്റ് ചെയ്ത് വെക്കുക. അതൊക്കെ ഭയങ്കര ഉപകാരം ചെയ്യും. പുതിയതായിട്ട് വണ്ടി എടുക്കുന്ന ടീമെടുത്ത് പറയുന്നത്, അതിപ്പം നമ്മളിൽ നിന്ന് വണ്ടി എടുക്കുവാണെങ്കിൽ ചില കസ്റ്റമറിന് ചിലപ്പം സ്റ്റീരിയോ വേണം. നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എല്ലാ വണ്ടിക്കും വരുന്നു. അപ്പം ചിലവർക്ക് ടച്ച് സ്ക്രീൻ വേണം. അപ്പോൾ നമ്മൾ
പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അതും പ്രൊവൈഡ് ചെയ്ത് തരാറുണ്ട്. അതുപോലെ തന്നെ ഡാഷ് ക്യാമറ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഒരു കസ്റ്റമർ വണ്ടി കണ്ടിട്ട്, കാരണം ഇവിടെ മിക്കതും നമുക്ക് ഇംഗ്ലീഷുകാർ യൂസ് ചെയ്ത വണ്ടിയായിരിക്കും. കാരണം പ്രോ കണ്ടില്ല, ഈ വണ്ടിക്കകത്തൊന്നും ഒന്നും വെച്ചിട്ടില്ല, ഒരു സ്റ്റിക്കർ പോലും കൊടുത്തിട്ടില്ല. നോക്കി വണ്ടിയെല്ലാം ഇങ്ങനെ കിടക്കുവാണ്. ഒരു എയർ ഫ്രഷർ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മളാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പം എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്താലും ഒരു ഡാഷ് ക്യാമറ മസ്റ്റായിട്ട് മേടിച്ച് വയ്ക്കുക. അത് ഇൻഷുറൻസ് എടുക്കുമ്പോഴും ആ ഒരു ഡാഷ് ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇൻഷുറൻസ് പ്രീമിയം കുറഞ്ഞിരിക്കും. ഇൻഷുറൻസ് കുറയാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഇൻഷുറൻസ് കുറയാനുള്ള ടിപ്സ് എന്ന് പറയുന്നത്, ബേസ്ഡ് ഓൺ ഒന്നാമത്തെ കാര്യം നമ്മുടെ പോസ്റ്റ് കോഡാണ്. നമ്മുടെ പോസ്റ്റ് കോഡിനെ ബേസ് ചെയ്തിരിക്കും ഇവിടെ ഇൻഷുറൻസ് തരുന്നത്. പിന്നെ ഇൻഷുറൻസ് കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീക്കെൻഡ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻഷുറൻസ് ഒരിക്കലും കോട്ട് ചെയ്യരുത്. ഒരു 4-5 ദിവസം മുന്നോട്ടിട്ട് കോട്ട് ചെയ്യുക. ഇൻഷുറൻസ് കോട്ട് ചെയ്യുമ്പോൾ ഒരു 4-5 ദിവസം മുന്നോട്ടിട്ട് കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. നമ്മളിപ്പം ഇൻഷുറൻസ് പറയാൻ വേണ്ടി ഒരുപാട് കാരണം നമ്മൾ ചിലവർ പറയും വേറെ പോസ്റ്റ് കോഡ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. അതൊന്നും ഒരിക്കലും ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇത് കൊടുക്കുക. അതേപോലെ തന്നെ ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിനെയാണ് ബേസ് ചെയ്തിരിക്കും. നമ്മളൊരു വീക്കെൻഡ് ആണെങ്കിൽ മീൻസ് വെള്ളിയാഴ്ച, അതേപോലെ തന്നെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ ദിവസങ്ങളിൽ മാക്സിമം ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യാതെ നോക്കരുത്. കാരണം ഒരു വർക്കിംഗ് അവേഴ്സ് നോക്കി ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് ഇടുക. പിന്നെ ഹോളിഡേയ്സിന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇൻഷുറൻസ് കോട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഇൻഷുറൻസ് കോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ കോട്ട് ചെയ്യുന്ന മാക്സിമം കസ്റ്റമറിന് നമുക്ക് പ്രീമിയം കിട്ടുന്നത് 55, ഏറ്റവും കുറഞ്ഞ് കിട്ടിയത് 45 വരെ കിട്ടിയിട്ടുണ്ട്. അപ് ടു അതൊരു 150 വരെ പോകാറുണ്ട്. അതിന് കൂടി കഴിഞ്ഞാൽ നമ്മളത് എന്തെങ്കിലും വീണ്ടും നമ്മൾ അത് വണ്ടി മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. പിന്നെ ചില കസ്റ്റമറിന് അത് അഫോർഡബിൾ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പോകാറുണ്ട്. പിന്നെ ചില ഏരിയകൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ലൂട്ടൺ അങ്ങനെയുള്ള ഏരിയകൾക്ക് പൊതുവെ ഇൻഷുറൻസ് കൂടുതലാണ്. ഇവിടെ ഈ മാഞ്ചസ്റ്റർ സിറ്റി സെൻറ്ററിൽ ഇൻഷുറൻസ് പൊതുവെ റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഒരു വണ്ടി എടുക്കുമ്പോൾ എന്തായാലും ഒരു ഡാഷ് ക്യാമറ ഫിറ്റ് ചെയ്യുക. അത് ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് റൗണ്ട് അബൌട്ടില്ല. അപ്പം പുതിയതായിട്ട് വണ്ടി എടുത്ത കസ്റ്റമേഴ്സ് എനിക്കൊന്നേ പറയുള്ളൂ, നിങ്ങൾക്ക് റൗണ്ട് അബൌട്ട് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെയും കൂടി ഇരുത്തി ഒന്ന് എങ്ങനെയാണ് ആ റൗണ്ട് അബൌട്ട് വണ്ടി എടുക്കേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് മാത്രമേ വണ്ടി എടുക്കാവൂ. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ്, നമ്മൾ കൊടുത്ത ഒരുപാട് കസ്റ്റമേഴ്സിന് വണ്ടി ആക്സിഡൻ്റ് ആവുന്നത് റൗണ്ട് അബൌട്ടിലാണ്. കാരണം അവർക്കറിയത്തില്ല എങ്ങനെയാണ് റൗണ്ട് അബൌട്ട് എക്സിറ്റും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും വണ്ടി ഓടിച്ചവരായിരിക്കും. അപ്പം എനിക്കൊന്നേ പറയണം, റോഡുമായിട്ട് ഒരു ഇതാക്കുക. റോഡും വണ്ടിയായിട്ട്, കാരണം പുതിയ വണ്ടിയായിട്ട് നമ്മൾ റോഡും വണ്ടിയും ആയിട്ട് നമ്മൾ ഓടിക്കുന്ന ആൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം റോഡിലോട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരിക്കലും എടുത്തുകൊണ്ട് ഇറങ്ങരുത്. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നല്ല എമൗണ്ട് ചിലവാകും, അതിപ്പോൾ ഇൻഷുറൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വണ്ടിയുടെ വർക്കാണെങ്കിലും ഒരുപാട്. കാരണം നമ്മൾ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് UK വന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അടിച്ചു പൊളിക്കാനോ ഒന്നിനുമല്ല വന്നത്. അത് എനിക്ക് പറയാനുള്ളത്, സ്റ്റുഡൻസ് എനിക്ക് നബിയുടെ കെയർ ഓഫിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വന്നുകൊണ്ടേ പോയി ഒരു BMW അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ ബെൻസോ പോയി എടുക്കരുത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊന്ന് സെറ്റിലായതിനു ശേഷം ഒരു 7 രൂപ ബജറ്റ് വരുമ്പോൾ പോയി ഒരു നല്ലൊരു വണ്ടി എടുക്കുക, ഒരു മോഡലുള്ള വണ്ടി എടുക്കുക. പഴയ വണ്ടിയിലോട്ട് പോകരുത്. എനിക്കതേ പറയാനുള്ളൂ. നമ്മളെ സ്റ്റുഡൻസ് വിളിച്ചിട്ട് ചേട്ടാ ഈ 2000-ന് BMW അല്ലെങ്കിൽ 3000-ന് BMW, നമുക്ക് വണ്ടി വരാറുണ്ട്, പക്ഷേ നമ്മൾ എടുക്കാറുമില്ല, കൊടുക്കാറുമില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാ വണ്ടിക്കും മെയിൻ്റനൻസ് ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ പഴയ വണ്ടിക്ക് മെയിൻ്റനൻസ് ഇങ്ങനെ തുടരെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് മാക്സിമം സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ പർപ്പസിന് വേണ്ടി വണ്ടി എടുക്കുക. അത് ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മുടെ പർപ്പസ് എന്താണോ അതനുസരിച്ചുള്ള ഒരു വണ്ടി നിങ്ങൾ എടുക്കുക.